നമസ്കാരം. തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പി. പിടിച്ചെടുത്തപ്പോൾ ആദ്യമായി തന്നെ മേയർ വി രാജേഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഫസ്റ്റ്, തിരുവനന്തപുരം നഗരത്തിലെ തെരുവുനായ ശല്യങ്ങൾ അതെന്തായാലും ബി.ജെ.പി. അതൊരു പ്രധാന വിഷയമായി തന്നെ കാണും. അതിലൊരു പരിഹാരം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു 7 ഏക്കറോളം സ്ഥലം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ കണ്ടുപിടിക്കാൻ പോകുന്നു. കൂടാതെ തെരുവുനായകളെ പിടികൂടി അതിന് വാക്സിനേഷൻ നൽകി അതിനെ വന്ധീകരണം ചെയ്തതിന് ശേഷമാണ് ഷെൽട്ടറിലേക്ക് മാറ്റുന്നത്. അപ്പോൾ വാഗ്ദാനം ഓരോന്നായിട്ട് വി രാജേഷ് പാലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ABC എന്ന ആനിമൽ കൺട്രോൾ പ്രോഗ്രാം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ അത് നടപ്പിലാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശമുണ്ട്. ഹൈക്കോടതി അടക്കം നിർദ്ദേശിച്ചതാണ്. അപ്പോൾ ഈ പദ്ധതി ABC പ്രകാരം നായ്ക്കളെ വന്ധ്യംകരിച്ച് ചെയ്തുകൊണ്ടിരുന്നത് നായ്ക്കളെ നഗരസഭയിലെ ജീവനക്കാർ നായ്ക്കളെ പിടിക്കും. ഇതുവരെ പരിശീലനം ശ്രദ്ധിച്ചവർ കാരണം നായ്ക്കളെ പിടിച്ചിട്ട് അവരതിനെ കൊണ്ട് വന്ധ്യംകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എൻ്റെ ചെവിയിലൊരു മാർക്കിടും. അപ്പം നമുക്കറിയാൻ പറ്റും അത് വന്ധ്യംകരിച്ച നായയാണ്. എന്നിട്ട് ഈ നായയെ അതേ സ്ഥലത്ത് തുറന്നു വിടണമെന്നാണ് നിയമം. അത് നിയമം അത് പാലിച്ചേ വരും. കാരണം അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടിക്കുന്ന ഒരു നായയെ പിടിച്ച് വന്ധ്യംകരിക്കുന്നു, അത് വീണ്ടും വന്ന് കടിക്കുന്നു. പിന്നീട് അതിൽ കുട്ടികൾ വന്ധ്യംകരിച്ചതോട് കുട്ടികൾ ഉണ്ടാകില്ല എന്ന ഒരു പ്ലസ് പോയിന്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ എന്ത്? കടി കിട്ടുന്നത് ആ നായയിൽ നിന്നാണല്ലോ. ആ നായയ്ക്ക് പേവിഷബാധ ഏൽക്കാനും എളുപ്പമുണ്ട്. കാരണം തെരുവിൽ തിരിഞ്ഞടക്കുന്ന നായയാണ്. അതിന് ഭക്ഷണം കൊടുക്കരുത്, നായയെ പൊതുസ്ഥലത്ത് തീറ്റിപ്പോറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ചില മൃഗസ്നേഹികളെ നാട്ടുകാർ അത് കേൾക്കാറുമില്ല. അവർ കൃത്യമായി അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും. ഈ നായ അവിടെ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാകും. അങ്ങനെ ഈ നായകൾ ആക്രമണകാരികളെ മാറുന്നൊരവസ്ഥയിലാണ് BJP ഇത്തവണ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കാനായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരൊരു മുദ്രാവാക്യം വെച്ചത് നായകളിൽ നിന്നും നാടിനെ സംരക്ഷിക്കുമെന്ന്. അപ്പോൾ നമ്മളടക്കം എല്ലാവരും അവരെ കളിയാക്കി. കാരണം ഇവരിനി എന്ത് ചെയ്യാൻ പോകും? കാരണം അവിടെ നേതാവാണ് മനേക ഗാന്ധി അപ്പോൾ തന്നെ വാളുമായി ചാടിയിറങ്ങും. അപ്പോൾ എവിടെയായാലും അതുകൊണ്ട് ഇവരിനി എന്ത് ചെയ്യും? നായകളെ പിടിച്ച് കൊല്ലുമോ? എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ എന്തായാലും അവർ ജയിച്ചു വന്നു. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ മേയർ വി രാജേഷ് ചെയ്ത ആദ്യത്തെ ആ ഒരു നടപടി ഈ ഒരു വാഗ്ദാനം പാലിക്കുകയായിരുന്നു. നായകളെ പിടിച്ച് വന്ധ്യംകരിച്ച് പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ ഈ നായകൾക്ക് പിന്നെ അസുഖബാധിതരും അക്രമാസക്തരുമായ നായകളെ അതിനെ പരിപാലിക്കാനോ തെറ്റിപ്പോറ്റാനോ പറ്റാത്ത ഒരു 11 നായ എന്തുവാണ് അവർ വിഷം കുത്തിവെച്ച് കൊന്നത്. അത് കൂടെയുള്ള ഡോക്ടറുടെ അനുമതിയോട് കൂടിയാണ്. ബാക്കി എല്ലാ നായകളെയും പിടികൂടി അവർ ഷെൽട്ടറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും നായശല്യം കൂടുതലാണ്. അത് ശരിയാണ്. പക്ഷേ അവർ പറഞ്ഞ ഒരു വാഗ്ദാനം നടപ്പായി. ഇനി അവരടുത്ത് എന്ത് ചെയ്യുമെന്നാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വികസന രേഖ പുറത്തിറക്കി. ഏതാണ്ട് കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി നടപ്പാക്കിയ ചില കാര്യങ്ങളുണ്ട്. പിന്നെ അടുത്ത മാസമാകുമ്പോൾ ചിലപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. മേയർ വി രാജേഷ് കൃത്യമായി ഉദ്യോഗസ്ഥരുടെ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. 2 തവണ വി രാജേഷ് തിരുവനന്തപുരം നഗരസഭയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എന്തൊക്കെയാണ് ചെയ്യാൻ ഉള്ളത്, എന്തൊക്കെയാണ് ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ പറഞ്ഞു തരണം. പിന്നെ പ്രതിപക്ഷമായിട്ടും കോൺഗ്രസുമായിട്ടുമൊക്കെ LDF UDF ഏതാണ്ടൊക്കെ ഉള്ളൊരു വലിയൊരു അടിപിടി കൂടാൻ സമയമായിട്ടില്ല. പക്ഷേ അത്തരമൊരു സമവായത്തിലൂടെ മുന്നോട്ട് പോകുന്നു. നമുക്ക് നോക്കാം ഈ നഗരസഭയുടെ ഭരണം എങ്ങനെ പോകുന്നു. കാരണം 45 വർഷത്തിന് ശേഷം ഇതാദ്യമായി ഇടത് വലത് മുന്നണികളെ തോൽപ്പിച്ച് BJP പിടിച്ചെടുത്ത നഗരസഭയാണ് അല്ലേ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പെരുമാറ്റച്ചട്ടം വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ഒരു മേയർ എന്ന നിലയിൽ ഇറങ്ങി കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ആദ്യം ഈ തെരുവ് നായകളെ പിടിച്ചു. ഇനി അടുത്തത് പറയുന്നത് ഗുജറാത്ത് മോഡലിലുള്ള ഇതാണ്, മാലിന്യ സംസ്കരണമാണ്. ഇനി ഈ ഏപ്രിൽ അത് വി രാജേഷ് തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏപ്രിലിൽ എന്തായാലും പെരുമാറ്റച്ചട്ടം വരും. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 വർഷം നിങ്ങൾ എനിക്ക് തരണം. ഞാൻ മിണ്ടാതെ ഇരുന്ന് ഓരോ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഠിച്ച് ഒരു രേഖ തന്നെ രൂപീകരിക്കും. അതിനുശേഷമായിരിക്കും മേയർ എന്ന നിലയിൽ ഞാൻ കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. അതെ. അപ്പോൾ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ എന്തായാലും പുത്തനച്ചി പുരപ്പുറം തൂക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.